ഹേ ബ്ലൂമീസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ കോളേജിലെ ഓണപ്പരിപാടി. ഞാനിപ്പോൾ അമ്പലപ്പുഴയിലോട്ടാണ് ഈ ഒരുങ്ങി പോകുന്നത്. കാരണം എൻ്റെ ഡ്രസ്സൊക്കെ അവിടെയാണ്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ വണ്ടി നോക്കി നിന്നപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ ഓട്ടോയും കൊണ്ട് വന്നു. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. കുറേ നേരം അവിടെ നിന്നിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആദൂട്ടൻ വണ്ടി നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവനും ഇന്നായിരുന്നു ഓണപ്പരിപാടി. അങ്ങനെ ഞാൻ നേരെ പോയി ഒരുങ്ങി, കാരണം നമുക്ക് സമയം കളയാനില്ല. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കുമാണ് അഭിരാമി പറഞ്ഞത് അവൾ വരുന്ന ബസ്സിൽ കയറിയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ അവളെ നോക്കി കുറേ നേരം നിന്നു. അങ്ങനെ ബസ് കയറി കോളേജിലെത്തി. ഞാനും അശ്വതി അഭിരാമി മാത്രമേ ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾമാരൊക്കെ ആ ദിവസം കൂടെ ലീവാക്കി അങ്ങ് എടുത്തു. നമ്മൾ നേരെ അത്ത വിടുന്നിടത്ത് പോയി. അവിടെ നമുക്കായിരുന്നു ഫസ്റ്റ് അത്ത വിട്ടതിന്. പിന്നെ ഞാൻ ഫോട്ടോ കുറച്ചൊക്കെ എടുത്തു. ആ സമയത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അഭിരാമി എനിക്ക് വെള്ളവും വാങ്ങിച്ചു തന്നു, അശ്വതി എനിക്ക് പേടയും വാങ്ങിച്ചു തന്നു. പിന്നെ കുറച്ചു നേരം മത്സരമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ആദ്യം നാരങ്ങാ സ്പൂൺ കണ്ടു. പിന്നെ നമ്മുടെ കോളേജിലോട്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഉറിയടിയൊക്കെ കണ്ടു നിന്നു. പിന്നെ സദ്യ കഴിക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റാണ് വന്നത്. അത് കാരണം കുറച്ചൊക്കെ കറിയും അതും ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സദ്യ കിട്ടി, പക്ഷേ അശ്വതിക്കൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം തീർന്നു പോയി. പിന്നെ അവസാനം അവർക്ക് പപ്പടം കിട്ടില്ല. എൻ്റെ പപ്പടമാണ് അവൾക്ക് കൊടുത്ത് ഞാൻ സന്മനസ് കാണിച്ചത്. അങ്ങനെ നമ്മൾ പായസം കഴിച്ചു. പിന്നെ മോരൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് നമ്മൾ സദ്യ അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വടംവലിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ചെണ്ടമേളം ഉണ്ടായിരുന്നു, അതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം കുഞ്ഞുക്കുട്ടൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് നേരത്തെ വീട്ടിൽ പോകേണ്ടത് കാരണം ഞാൻ എല്ലാം അടുത്ത വർഷം ശരിയാക്കാമെന്നും പറഞ്ഞ് ബസ് കയറി അങ്ങ് വീട്ടിൽ പോയി.